ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയുടെ കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് മാത്രം നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 1-2 ദിവസത്തേക്ക് നമുക്ക് കറി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്തിട്ട് നന്നായിട്ടൊന്ന് ചെനച്ച് വന്നിട്ടുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്ന അളവ് എന്ന് പറയുന്നത് ഒരു മാങ്ങയുടെ വെച്ചിട്ടാണ്. അപ്പോൾ കൂടുതലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റും കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഉലുവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഉലുവ നന്നായിട്ട് അങ്ങോട്ട് കറുത്ത് പോകാനായിട്ട് പാടില്ല. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാങ്ങയും ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1-2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ശർക്കരയുടെ പീസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അതിലേക്ക് ലയിച്ച് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഞാനൊരു ശർക്കരയുടെ ഒരു പകുതിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഒരു 1/4 മുറി തേങ്ങയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി, ഇത് ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും ഇതിലേക്ക് നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ അളവിൽ കറി വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഞാൻ തിളപ്പിച്ച് എടുത്തിരിക്കുന്ന വെള്ളമാണ്. അത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മളിത് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം അങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ആ ഒരു മധുരവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനുള്ള രീതിയിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കറി ഇരിക്കുന്നത്. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളമൊക്കെ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളമൊക്കെ തന്നെ ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉലുവയൊക്കെ ചേർത്തതാണ്, എന്നിരുന്നാലും ഈ ഒരു ടൈമിൽ ചേർക്കണം. ഒരു 2-3 വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1-2 കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക്
ഈ ഒരു കറി കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടെടുക്കാം. ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കറി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് ഒരു കുറുകിയ രീതിയിൽ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പലരും പച്ചമാങ്ങയൊക്കെ വെച്ചിട്ട് കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ രീതിയിൽ തയ്യാറാക്കുന്നവർ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 2 ദിവസത്തേക്കൊന്നും നമുക്ക് കറി വെക്കേണ്ട കാര്യമില്ല. പെട്ടെന്നൊന്നും തന്നെ കേടായി പോവുകയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.